ഏകദേശം 2 മാസം മുൻപാണ് കോതമംഗലത്ത് 23 വയസ്സുകാരിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യയെ തുടർന്ന് വലിയ തോതിലുള്ള വിവാദങ്ങളാണ്. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ കുടുംബവും BJP പ്രവർത്തകരും പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ലവ് ജിഹാദാണ്, അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനമാണെന്നാണ്. പക്ഷേ പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. ഇത് ലവ് ജിഹാദ് അല്ല, അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം ഈ കേസിൽ നടന്നിട്ടില്ല എന്നാണ് പോലീസിന്റെ കുറ്റപത്രം. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസ് അന്വേഷിക്കാനായി രൂപീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു കേസായിരുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് BJP നേതാക്കൾ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും കേസിൽ NIA അന്വേഷണം വേണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. അപ്പം BJP നേതാക്കളും ഒക്കെ BJPയും ഇത്തരത്തിൽ ഒരു NIA അന്വേഷണം വേണം, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസിന് വേണ്ടി നിയമിക്കുന്നത്. ഈ അന്വേഷണ സംഘം തയ്യാറാക്കിയിരുന്ന കുറ്റപത്രത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല, ഒരു ലവ് ജിഹാദ് ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഒന്നാം പ്രതി പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായ റമീസാണ്. റമീസിനും ഒപ്പം തന്നെ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ ഇത്തരത്തിൽ ഒരു നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് പോലീസ് കൃത്യമായി ഉറപ്പ് നൽകുന്നു. നിലവിൽ ഈ കേസിൽ പോലീസ് കുറ്റപത്രം, പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ്. റമീസാണ് കേസിൽ ഒന്നാം പ്രതി. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളാണ് നിലവിൽ റമീസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ റമീസിന്റെ സുഹൃത്തും റമീസിന്റെ മാതാപിതാക്കളും ഈ കേസിൽ പ്രതിയാണ്. അതായത് റമീസിനെതിരെ ചുമത്തിയിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം, ആത്മഹത്യാ പ്രേരണ കുറ്റം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ്. ഒപ്പം മറ്റു 3 പ്രതികൾക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവുമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കേസ് വന്ന ഉടൻ തന്നെ റമീസിനെയും റമീസിന്റെ മാതാപിതാക്കളെയും ഒക്കെ കൃത്യമായി ചോദ്യം ചെയ്യുകയും ഇവരെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി ഈ റമീസിന്റെ അല്ലെങ്കിൽ റമീസിന്റെ മാതാപിതാക്കളിൽ നിന്നും വലിയ ക്രൂരമായ പീഡനം ഏറ്റിരുന്നു എന്നൊക്കെയാണ് BJP നേതാക്കന്മാർ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞിരുന്നത്. തീർച്ചയായും ഈ പോലീസ് പക്ഷേ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത്തരത്തിലൊരു നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. റമീസ് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറിയതിന്റെ വിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് കൃത്യമായി പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏതായാലും BJP നേതാക്കളുടെയൊക്കെ വാദം പൊളിയുകയാണ്. അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും ഈ ഒരു മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു വിവാദത്തിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാൻ ശ്രമിച്ചതുമൊക്കെ BJP ആയിരുന്നു പ്രധാനമായും ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഏതായാലും ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ നിർബന്ധിത മതപരിവർത്തനം ഒന്നും നടന്നിട്ടില്ല ഈ കേസിൽ. കോതമംഗലത്തെ 23 വയസ്സുകാരിയുടെ ആത്മഹത്യയിൽ നിർബന്ധിത മതപരിവർത്തനം എന്നൊന്നും നടന്നിട്ടില്ല എന്ന് കൃത്യമായി പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു.